ജില്ലയിൽ മഴയിൽ പരക്കെ നാശം. പെരിഞ്ഞനത്ത് വീടുകളിൽ വെള്ളം കയറി. എറിയാട് ഇടിമിന്നലിൽ വീടുകൾക്കും പള്ളിക്കും കേടുപാടുകൾ സംഭവിച്ചു. പാടൂർ ഇടിയിഞ്ചിറ റെഗുലേറ്ററിന് മുന്നിലെ താൽക്കാലിക വളയം ബണ്ട് പൊട്ടിച്ചു. 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ച നുസൈബയുടെ കുടുംബത്തിന് അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ്. അധികൃതരുടെ അനാസ്ഥ ആരോപിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശവമഞ്ചമേന്തി മാർച്ച് നടത്തി. വെള്ളാങ്കല്ലൂർ പൂവത്തുംകടവിൽ കനോലി കനാലിൽ കൂടുകെട്ടി വളർത്തിയിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കർഷകർ. മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന പാലപ്പിള്ളിയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപവൽക്കരിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ടീമിന്റെ നടത്തിപ്പിനായി ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കെ രാമചന്ദ്രൻ MLA. വിശദമായ വാർത്തകളിലേക്ക്. കനത്ത മഴയിൽ പെരിഞ്ഞനത്ത് വീടുകളിൽ വെള്ളം കയറി. 20ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലാണ് ക്യാമ്പ് തുറന്നത്. 30ഓളം പേരാണ് ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നത്. 10ഓളം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി. ദേശീയപാതയുടെ 3 പീടിക ബൈപ്പാസ് കടന്നു പോകുന്ന പ്രദേശത്തുള്ളവരാണ് കൂടുതൽ കുടുംബങ്ങളും. കമ്മ്യൂണിറ്റി ഹാൾ പരിസരം, പള്ളിയിൽ അമ്പലം പടിഞ്ഞാറ് ഭാഗം, കൊറ്റംകുളം പടിഞ്ഞാറ് ഭാഗം എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളം ഒഴുകിപ്പോകുന്ന കാനകൾ മൂടിപ്പോയതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് പറഞ്ഞു. വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ദേശീയപാത അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. മഴ തുടർന്നാൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ട അവസ്ഥയാണുള്ളത്. റോഡ് പണി പ്രകാരം ആണ് ഇങ്ങനെ വെള്ളം കെട്ടാൻ കാരണം. കൂടുതലും നേരത്തെ ഉണ്ടായ കുളങ്ങളും എല്ലാം നികത്തിയിട്ടാണ് ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതുപോലെ കാണക്കുള്ള സ്ലാവ് പണിതിട്ടുണ്ടായിരുന്നു, അത് മുഴുക്കുന്നുണ്ട്. അത് പില്ലറിൻ്റെ അടിക്കൂടി തുടച്ച് കിട്ടാലേ വെള്ളം അപ്പുറത്തേക്ക് കടന്നു പോകുള്ളൂ. അപ്പുറം ഇതേ അവസ്ഥ ആ സൈഡും പടിഞ്ഞാറ് സൈഡും. അതായത് ഇപ്പോൾ അത് കാരണം വെള്ളം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാണ്ട് അകത്തേക്ക് തന്നെ കയറി വീടിൻ്റെ അകത്തേക്ക് വരെ എത്തി. ഇതേവരെയ്ക്കും ഞങ്ങൾ അവിടെ ഫാസ്റ്റ് ഇങ്ങനെ വെള്ളം കയറിയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാന വന്നോടുകൂടി ഞങ്ങൾക്ക് ആർക്കും അവിടെ നിൽക്കാൻ പറ്റാണ്ടായത്. 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങളെ വീട് വെള്ളം ഏതൊരു വീട് എന്നും കൂടി കാണാൻ പറ്റാത്തൊരവസ്ഥയിലായി. ഇതിപ്പോൾ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം അവിടെ നിൽക്കുക, നിലാനെ നിൽക്കണ്. ഒരിക്കലും അങ്ങോട്ട് പോവാനോ അല്ലെങ്കിൽ പറ്റിപ്പോവാനോ നമുക്ക് ഒരു സാധനമൊന്നുമില്ല. അമ്മമാർ നടക്കാൻ പറ്റാത്ത അമ്മമാരൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോഴും വരാൻ പറ്റണ്ടെങ്കിൽ ഒരു മഴ പെയ്തപ്പോഴേക്കും വീടുകളിലേക്ക് വെള്ളം കയറിയ ഒരവസ്ഥയാണ് ഉണ്ടായത്. 3, 4, 11 വാർഡുകളിലാണ് കൂടുതൽ ഇപ്പോൾ വിഷയം നിൽക്കുന്നത്. നിലവിൽ ഒഴുകിപ്പോയിരുന്ന തോട് കാനകളും ഒക്കെ മൂടിയ ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ വെള്ളം സുഗമമായി ഒഴുകാൻ സാധിക്കാത്തതിനാലാണ് വീടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെള്ളം കയറാനിടയായത്. ഹൈവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ വെള്ളത്തിൻ്റെ തടസ്സങ്ങളൊക്കെ നമ്മൾ NHAയുമായൊക്കെ സംസാരിച്ചതാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥരും ശിവാലയ കമ്പനിക്കാരൊക്കെ വന്ന് നോക്കി പോയിട്ടുള്ളതാണ്. എങ്കിലും അവർ അതിൻ്റേതായ ശരിയായൊരു എറിയാട് ഇടിമിന്നലിൽ വീടുകൾക്കും പള്ളിക്കും കേടുപാട് സംഭവിച്ചു. ബുധനാഴ്ച രാത്രിയിലുണ്ടായ ഇടിമിന്നലിൽ അഴീക്കോട് സെന്റ് തോമസ് ലത്തീൻ പള്ളിക്ക് സമീപം പള്ളിയിൽ ഔസോ സേവ്യറിന്റെ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. വീടിന്റെ ചുവരുകൾക്കും മേൽക്കൂരയ്ക്കും കേടുപാട് പറ്റി. തീഗോളം കണക്കെ പതിച്ച ഇടിമിന്നലേറ്റ് വീട്ടുമുറ്റത്തെ തെങ്ങ് കത്തിനശിച്ചതായി വീട്ടുകാർ പറഞ്ഞു. സമീപത്തുള്ള സെന്റ് തോമസ് ലത്തീൻ ദേവാലയത്തിലെ പള്ളിമണിക്കും ഇടിമിന്നലിൽ തകരാർ സംഭവിച്ചു. പള്ളിമേടയിലുള്ള വൈദ്യുതി മീറ്ററും ഫാനും ഉൾപ്പെടെയുള്ളവ കത്തിനശിച്ചു. ഈ പ്രദേശത്തെ നിരവധി വീടുകളിലെ വൈദ്യുതോപകരണങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇത് ഈ ഭാഗത്ത് വന്നിട്ട് തീയായിട്ട് ഇങ്ങനെ പോരെയാണ്. ഒന്ന് എൻ്റെ മരുമോടൊപ്പം ഉണ്ടായിരുന്നു. ആ ഭാഗത്തോട്ട് ശരിക്കും ഇങ്ങനെ അടിച്ച് ട്യൂബൊക്കെ പൊട്ടി ഇവിടെ മേത്ത് വീണ്. അപ്പുറത്താകെ തീയായിട്ട് ഞങ്ങൾക്ക് പേടിച്ച് അവിടെ ഇരിക്കുകയാണ്. ഭയങ്കര ഒരു സംഭവമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നി. പേടിച്ചിട്ട് ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്. ഈ സ്വിച്ച് ബോർഡൊക്കെ തള്ളി പുറത്തോട്ട് പോകും. എല്ലാ സ്വിച്ച് ബോർഡും ഫാനൊക്കെ ഇതായിട്ട് എല്ലാ ലൈറ്റും ഒക്കെ പോയി. ആകെ ഇട്ടായിട്ട് അവരൊരു 5:30-6 മണിയായപ്പോഴാണ് അവർ വന്ന് വയറൊക്കെ ചെത്തിക്കഴിഞ്ഞ് പുറത്തിറങ്ങിയിരുന്നു അറിയാമോ. എന്നിട്ട് ബാക്കിയുള്ള വിവരങ്ങൾ സെറ്റ് ചെയ്തിട്ട് പിടിച്ച് പറയാം രാത്രിക്ക് ലൈറ്റ് കിട്ടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ലൈറ്റ്. കനത്ത മഴയിൽ പാവറട്ടി പഞ്ചായത്ത് 5-ാം വാർഡിൽ വീട് തകർന്നു. അറക്കൽ വിൻസെന്റിന്റെ ഓടിട്ട വീടിന്റെ അടുക്കള ഭാഗത്തെ ചുമർ ഇടിഞ്ഞു വീഴുകയായിരുന്നു. കുടുംബാംഗങ്ങൾ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ആളപായമില്ല. വീടിന്റെ ചുമരും തറയും തകർന്ന നിലയിലാണ്. വാർഡ് മെമ്പർ ജോസഫ് ബെന്നി, പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കൊമ്മേരി, വില്ലേജ് ഓഫീസർ, ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി അപകടാവസ്ഥയിലായ വീട്ടിൽ നിന്നും കുടുംബത്തെ മാറ്റി പാർപ്പിച്ചു.
കനത്ത മഴയിൽ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ മതിൽ ഇടിഞ്ഞു വീണു. ആശുപത്രിയുടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് സമീപത്തെ പൊഴോലിപ്പറമ്പിൽ കോംപ്ലക്സിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്. മതിൽ ഇടിഞ്ഞ് കെട്ടിടത്തിന് നാശനഷ്ടം സംഭവിച്ചു. ആശുപത്രി വളപ്പിൽ നിൽക്കുന്ന വലിയ മരം ഏത് നിമിഷവും മറിഞ്ഞു വീഴാവുന്ന നിലയിലാണ്. മഴ മാറിയാൽ മരം മുറിച്ചു മാറ്റുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസ് അറിയിച്ചു. ഇവിടെ കംപ്ലൈൻറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒരു റെസ്പോൺസും ഇല്ല. ഈ മതിൽ പണിയുന്നതിന് മുമ്പേ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തതാണ്. ഈ മതിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള മതിൽ പണിത് കൊണ്ടാണ് ഇത് ഇടിഞ്ഞു പൊടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഈ ബിൽഡിങ്ങിൽ ഇരിക്കാൻ യാതൊരു ധൈര്യമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും ഈ ബിൽഡിങ് ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴാം. അങ്ങനത്തെ അവസ്ഥയായി. ഇപ്പോൾ കംപ്ലീറ്റ് മതിലിൻ്റെ വെയിറ്റ് ഇതുമ്മല ഈ ബിൽഡിങ്ങിൽ ചാരിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഈ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ എത്ര പേര് ഇതിൽ ചാവുമെന്ന് പറയാൻ പറ്റില്ല. ഈ ബിൽഡിങ്ങിൻ്റെ മനക്കുടി പുള്ള് റോഡിൽ കൂറ്റൻ മാവ് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കൂറ്റൻ മാവാണ് കടപുഴകി വീണത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, വാർഡ് അംഗം കെ രാകേഷ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. വാഗ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ താഴത്തെ കാവിലേക്ക് തേക്കുമരം വീണ് ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ, മേൽക്കൂര, നടപ്പുര എന്നിവ തകർന്നു. ശ്രീകോവിലിന്റെ താഴികക്കുടങ്ങൾ പൊട്ടിവീണു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്ത് എത്തിയിരുന്നു. കനത്ത മഴയുടെ സാഹചര്യത്തിൽ തീരമേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി എടവിലങ്ങിൽ അറപ്പ തുറന്നു. എടവിലങ്ങ് പഞ്ചായത്തിലെ പുതിയ റോഡ് കടപ്പുറത്തേക്ക് പെരുന്തോട്ടിലൂടെ ഒഴുകിവരുന്ന മഴവെള്ളം കടലിലേക്ക് ഒഴുക്കിവിടുന്ന പ്രവൃത്തിയാണ് അറപ്പ തുറക്കൽ. എറിയാട്, എടവിലങ്ങ് പഞ്ചായത്തുകൾ സംയുക്തമായാണ് അറപ്പ തുറന്നത്. JCB ഉപയോഗിച്ച് കടപ്പുറത്തെ മൺതിട്ട നീക്കി ചാല് കയറിയതോടെ കെട്ടിനിൽക്കുന്ന മഴവെള്ളം ഒരു പരിധിവരെ കടലിലേക്ക് ഒഴുകിത്തുടങ്ങി. അറപ്പ തുറന്നതോടെ തീരമേഖലയിലെ വെള്ളക്കെട്ട് കുറയും. മുൻകാലങ്ങളിൽ ജൂൺ മാസത്തിൽ കാലവർഷം ശക്തമാകുമ്പോഴാണ് അറപ്പ തുറക്കാറുള്ളത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മഴക്കാലത്ത് ഒന്നിലധികം തവണ അറപ്പ തുറക്കേണ്ടതായി വരുന്നുണ്ട്. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാബി ഉമ്മർ, എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, വൈസ് പ്രസിഡന്റ് സന്തോഷ് കൂരുച്ചാലിൽ, പഞ്ചായത്ത് അംഗം സന്തോഷ് പുളിക്കൽ എന്നിവർ അറപ്പ തുറക്കലിന് നേതൃത്വം നൽകി. കനത്ത മഴയിൽ ചാലക്കുടി നഗരത്തിൽ വ്യാപകമായി വെള്ളക്കെട്ട്. സൗത്ത് ജംഗ്ഷൻ, ഹൗസിംഗ് ബോർഡ് കോളനി, മാർക്കറ്റ് റോഡ് എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. പലയിടത്തും റോഡിൽ വെള്ളം നിറഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ഹൗസിംഗ് കോളനിയിൽ വീടുകളുടെ വരാന്തയിലേക്ക് വെള്ളം കയറി. കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ താഴത്തെ നിലയിലും വെള്ളം കയറി. ദേശീയപാതയിൽ മുരിങ്ങൂർ അടിപ്പാത, പതിയാരത്തെ അതിരപ്പള്ളി റോഡ് എന്നിവിടങ്ങളും വെള്ളക്കെട്ടിലായി. ശക്തമായ മഴയിലും കാറ്റിലും വരന്തരപ്പള്ളി നൂറുകുളത്ത് തെങ്ങ് കടപുഴകി വൈദ്യുതി കമ്പിയിൽ വീണു. റോഡിന് കുറുകെ തെങ്ങ് വീണതോടെ മേഖലയിൽ ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. വീട്ടുവളപ്പിൽ നിന്നിരുന്ന തെങ്ങ് വൈദ്യുതി ലൈനിലേക്ക് വീണതോടെ വൈദ്യുതി പോസ്റ്റിലെ കമ്പികളും 4 ലൈൻ ക്രോസും പിൻ ഇൻസുലേറ്റർ എന്നിവ തകർന്നു. തെങ്ങ് മുറിച്ച് മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. KICB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. ഓവർസിയർ ഷമീർ, ലൈൻമാൻമാരായ പ്രഗിൽ, മനോജ്, പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വൈദ്യുതി പോസ്റ്റിലെ തകരാറുകൾ പരിഹരിച്ചത്. തീരദേശങ്ങളിൽ വെള്ളക്കെട്ടിനിടയാക്കിയ ചാലക്കുടി പുഴയിലെ തടയണ ഷട്ടറുകൾ എടുത്തു മാറ്റുന്ന കാര്യം ചർച്ച ചെയ്യാൻ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു. പൊരിങ്ങൽകുത്ത് ഡാമിലെ വൈദ്യുതി ഉൽപ്പാദനം കുറയ്ക്കുകയും തുമ്പൂർമൊഴിയിലെ ഡൈവേർഷൻ കനാലുകളിൽ കൂടി വെള്ളം ഒഴുക്കിവിട്ട് പുഴയിലെ ജലനിരപ്പ് കുറയ്ക്കാനുമാണ് ധാരണയായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ 2:30 വരെ ഇടതകര വലതുകര കനാലുകളിലൂടെ വെള്ളം ഒഴുക്കിവിടുവാൻ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉത്തരവിട്ടതായി MLA പറഞ്ഞു. കനത്ത മഴ തുടർന്നാൽ ഈ സാധ്യത ഇല്ലാതാകുമെന്നും MLA ചൂണ്ടിക്കാട്ടി. പരിയാരം പഞ്ചായത്തിലെ കൊമ്പൻപാറ, കൂടപ്പുഴ, ആറാട്ടുകടവ്, മേലൂരിലെ തട്ടുപാറ എന്നീ തടയണകളിലാണ് വേനൽക്കാലത്തെ ആവശ്യത്തിനിട്ടിരുന്ന ഷട്ടറുകൾ മാറ്റാതിരുന്നത്. അപ്രതീക്ഷിതമായി പെയ്ത മഴയാണ് വിനയായത്. പുഴയിൽ 1.5 അടിയോളം ജലനിരപ്പ് ഉയർന്നതിനാൽ അനുബന്ധ തോടുകളിലെ ഒഴുക്കും നിലച്ചു. കപ്പത്തോട്ടിൽ നിന്നും വെള്ളം കയറി. പരിയാരം പഞ്ചായത്തിലെ കുറ്റിക്കാട്, കോടശ്ശേരി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വലിയ തോതിൽ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. മാള, പുത്തൻചിറ, പിണ്ടാണി, പടിഞ്ഞാറെ മിച്ചഭൂമി, അങ്കൺവാടി റോഡിലും സമീപത്തെ 15ഓളം വീടുകൾക്ക് ചുറ്റും ശക്തമായ മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വാഴയ്ക്കാമഠം ഗലീൽ, കാരേക്കാട്ട് മഠം ഉണ്ണികൃഷ്ണൻ, പെരുമ്പുള്ളി വിലാസിനി എന്നിവരുടെ വീടിന് മുന്നിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. വെള്ളം ഒഴുകിയിരുന്ന തോട് തരം മാറ്റി തിരിച്ചുവിട്ടതിനാലാണ് വെള്ളക്കെട്ടിനിടയാക്കിയതെന്ന് മുൻ പഞ്ചായത്ത് മെമ്പർ PC ബാബു പറഞ്ഞു.
ഗുരുവായൂർ കർണംകോട്ട് ബസാറിൽ സ്വകാര്യ വ്യക്തി ഓവുചാൽ അടച്ചതോടെ 15 കുടുംബങ്ങൾ വെള്ളക്കെട്ടിലായി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ മുട്ടോളം വെള്ളത്തിൽ നീന്തേണ്ട അവസ്ഥയിലാണ്. വല്ലാശ്ശേരി ക്ഷേത്രത്തിന് സമീപത്തുള്ള 15 കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിന്റെ ദുരിതം പേറുന്നത്. കുട്ടികളും പ്രായമായവരും അടക്കമുള്ളവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ മീറ്ററുകളോളം വെള്ളത്തിലൂടെ നടക്കണം. വാഹനങ്ങളൊന്നും ഈ വഴിക്ക് ഓട്ടം വരില്ല. റോഡും കാനയും തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ്. കിഴക്ക് ഭാഗത്തു നിന്നും വടക്ക് ഭാഗത്തു നിന്നും മഴവെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടേക്കാണ്. ഇവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള വലിയ തോട്ടിലേക്ക് വെള്ളം ഒഴുകിപ്പോകാൻ ഓവുചാൽ ഉണ്ടായിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തു കൂടെയാണ് ഓവുചാൽ കടന്നുപോയിരുന്നത്. സ്ഥലം ഉടമ മതില് കെട്ടി ഓവുചാൽ അടച്ചതോടെ പ്രദേശം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടിലാവുകയായിരുന്നു. നേരത്തെ പോലീസിന്റെ സഹായത്തോടെ നാട്ടുകാർ ഇത് പൊളിച്ചു നീക്കിയിരുന്നുവെങ്കിലും ഉടമ വീണ്ടും അടയ്ക്കുകയായിരുന്നു. മഴ ശക്തമാകുന്നതോടെ പ്രദേശത്ത് ഇനിയും വെള്ളം ഉയരുമോ എന്ന ആശങ്കയിലാണിവർ. വെള്ളക്കെട്ട് പരിഹരിച്ച് എത്രയും പെട്ടെന്ന് തങ്ങളെ ഈ ദുരിതക്കയത്തിൽ നിന്ന് കരകയറ്റണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. 15 വീട്ടുകാർക്ക് ഇപ്പോൾ വെള്ളക്കെട്ട് കാരണം ഭയങ്കര തടസ്സം. ഭക്ഷണം പോലും കഴിക്കാൻ വാങ്ങാൻ പോകാൻ ഒരു ഇതുമില്ല. റേഷൻ കടയിലോ മീൻകാരോ ആരും വരില്ല. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇപ്പോൾ സ്കൂൾ തുറന്നു. ഇപ്പോൾ അവിടെ മോളുടെ കുട്ടി ഇങ്ങോട്ട് പഠിക്കാൻ ഇപ്പോൾ കുറേ ദിവസമായി പോയിട്ട് വെള്ളക്കെട്ട് കാരണം പോകാൻ ഒരു ഇതുമില്ല. ഒക്കെ തടസ്സപ്പെടുത്തിയിരിക്കുക. കുറേ എല്ലാ കൊല്ലം ഈ മുനിസിപ്പാലിറ്റിയിലും മറ്റുള്ളവർക്കൊക്കെ പരാതിപ്പെടുന്നുണ്ട്. അവർ അന്ന് ഒന്ന് പിടിക്കുക ചെയ്യാന്നല്ലാതെ വേറൊരു കാര്യമില്ല. അതിപ്പോൾ ഞങ്ങൾക്ക് അത് തുടർന്ന് അതിൽ വെള്ളം ഒഴുക്കി കെട്ടുന്ന ഒരു മാർഗം നിങ്ങൾ ചെയ്യണം. അതല്ലാതെ പറ്റില്ല. എനിക്കാണെങ്കിൽ ICUയിൽ കിടക്കണം 10 ദിവസം. സോഡിയം കുറഞ്ഞിട്ട് ഫിക്സ് കണ്ടിട്ടും ഒക്കെ ആയിട്ട് എൻ്റെ ഭർത്താവ് സുഖമില്ലാത്ത ഈ ചുറ്റുപാട് പലർക്കും അതേപോലെ വയ്യാത്തവരും ഗർഭിണികളൊക്കെയാണ്. അവർക്ക് ഈ വെള്ളക്കെട്ട് ആ പോണ സ്ഥലത്തു കൂടെ പണ്ടേ പോയ സ്ഥലത്തു കൂടെ ഒഴുക്കി വിടണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. വലിയ തോതിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പകർച്ചവ്യാധി ഭീഷണിയും നേരിടുന്നുണ്ട്. പൂർണ്ണ ഗർഭിണിയായ യുവതിയെ ആശുപത്രിയിൽ എത്തിക്കാൻ നാട്ടുകാർ നന്നേ പാടുപെട്ടു. പ്രായമായവർക്ക് രാത്രിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാര്യം ആലോചിക്കാനേ കഴിയുന്നില്ലെന്നും ഇവർ പറയുന്നു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ PV മധു ആവശ്യപ്പെട്ടു. ഒരു സ്വകാര്യ വ്യക്തി അയാളുടെ ഭൂമിയിൽ വന്നിട്ട് നികത്തിയതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല അദ്ദേഹം കാലങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓവുചാലുണ്ടായിരുന്നു. അതായത് മണ്ണ് മുക്കുകയും അതിന് അതിൽ കൂടെ വെള്ളം പോയിരുന്നതാണ്. കഴിഞ്ഞ വർഷം വരെ അദ്ദേഹം അതിൽ കൂടെ വെള്ളം മുട്ടിയിരുന്നു. ഇപ്രാവശ്യം ഏകദേശം 4 അടി മണ്ണോളം ഇട്ട് ഉയർത്തിയത് കാരണം ഇപ്പോൾ അത് നമുക്ക് വെള്ളം പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം അത് പൊളിക്കുകയും വെള്ളം പോവുകയും ചെയ്തു. പക്ഷേ പിന്നീട് രാത്രി വന്നിട്ട് അയാൾ വീണ്ടും അത് അടയ്ക്കുകയും ഇപ്പോൾ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരിക്കുകയാണ്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അമ്മമാരുടെ മനസ്സിൽ തീയാണ്. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ഗുരുവായൂർ. ശക്തമായ മഴയിൽ പെരുവല്ലൂർ അംബേദ്കർ കോളനിയിൽ വീടിന് സമീപം മണ്ണിടിഞ്ഞത് പരിഭ്രാന്തി പരത്തി. കുറ്റിപ്പുറത്ത് ബാലന്റെ വീടിന് സമീപത്താണ് മണ്ണിടിഞ്ഞത്. മഴ ശക്തമായി തുടർന്നാൽ വീണ്ടും മണ്ണിടിയുമോ എന്ന ഭീതിയിലാണ് വീട്ടുകാർ. മുല്ലശ്ശേരി കൂമ്പുള്ളി കനാലിൽ ജലനിരപ്പ് ഉയർന്നതോടെ പാടൂർ ഇടീഞ്ചിറ റെഗുലേറ്ററിന് മുന്നിലെ താൽക്കാലിക വളയം ബണ്ട് പൊട്ടിച്ചു നീക്കി. വളയം ബണ്ട് പൊട്ടിക്കാൻ വൈകിയത് മൂലം സമീപത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറിയത് പരിസരവാസികളുടെ എതിർപ്പിന് ഇടയാക്കിയിരുന്നു. ജനപ്രതിനിധികളുടെയും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് വളയം പൊട്ടിച്ചു നീക്കിയത്. വളയം ബണ്ടിലെ മണ്ണ് പുഴയിലേക്ക് ഒഴുക്കിക്കളയാനുള്ള നീക്കത്തിനെതിരെ തീരദേശ സംരക്ഷണ സമിതി പ്രതിഷേധവുമായി രംഗത്തെത്തി. റിസർവ് ഫോറസ്റ്റ് വനമായി കരട് വിജ്ഞാപനം വന്ന പുഴയിലേക്ക് വളയം ബണ്ടിലെ മണ്ണ് ഒഴുക്കിവിടുന്നത് പുഴയുടെ ആഴം കുറയുന്നതിന് ഇടയാക്കുമെന്ന് തീരദേശ സംരക്ഷണ സമിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. തർക്കങ്ങൾക്കൊടുവിൽ തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂരും നാട്ടുകാരും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി പൊളിക്കുന്ന വളയം ബണ്ടിലെ മണ്ണ് ലോറിയിൽ കരയിലേക്ക് മാറ്റുന്നതിനും തീരുമാനമായി. ജില്ലാ കളക്ടർ ഇടീഞ്ചിറ റെഗുലേറ്റർ സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് വിഷബാധയേറ്റ വീട്ടമ്മ മരിക്കുകയും നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സ തേടുകയും ചെയ്ത സാഹചര്യത്തിൽ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം അസിസ്റ്റന്റ് സർജന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യുകയും സ്ഥാപനം പൂട്ടി സീൽ ചെയ്യുകയും ചെയ്തതായി പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് പറഞ്ഞു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അടിയന്തര യോഗത്തിലാണ് പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചത്. മരിച്ച നുസൈബയുടെ കുടുംബത്തിന് അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കിയതായും പ്രസിഡന്റ് പറഞ്ഞു. 200-ലധികം ആളുകളാണ് ശാരീരിക അസ്വസ്ഥതകളോടെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. 40ഓളം പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചികിത്സയിൽ കഴിയുന്നവരെ ആശുപത്രികളിൽ സന്ദർശിച്ചിരുന്നു. ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന ഹോട്ടലായതിനാൽ വഴിയാത്രക്കാർ ഉൾപ്പെടെ കൂടുതൽ പേർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ശാരീരിക അസ്വസ്ഥതകളുമായി ആശുപത്രികളിൽ എത്തുന്നവരെ നിരീക്ഷിക്കുന്നതിന് ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും
പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിലേക്ക് ശവമഞ്ചമേന്തി യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിക്കുകയും 200-ലധികം പേർക്ക് വിഷബാധയേൽക്കുകയും ചെയ്ത സംഭവം പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. ഹോട്ടൽ ഉടമകൾക്കും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിനുമെതിരെ നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ P മേനോൻ, KSU സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിലേക്ക് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തി. പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിക്കുകയും 200ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധയേൽക്കുകയും ചെയ്ത സംഭവത്തിൽ പെരിഞ്ഞനം പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും അനാസ്ഥയുണ്ടെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സർജുത് വായ്ക്കാവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ അധ്യക്ഷനായിരുന്നു. വെള്ളാങ്കല്ലൂർ പൂവത്തും കടവിൽ കനോലി കനാലിൽ കൂട് കെട്ടി വളർത്തിയിരുന്ന മത്സ്യങ്ങളിൽ ചത്തുപൊന്തി. 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കർഷകർ പറഞ്ഞു. സർക്കാർ സഹായത്തോടെ വെള്ളാങ്കല്ലൂർ സ്വദേശികളായ 4 പേർ ചേർന്ന് നടത്തുന്ന മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. ഷൺമുഖം കനാലിൽ നിന്ന് മലിനജലം പുഴയിലേക്ക് തുറന്നുവിട്ടതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന് കർഷകർ പറയുന്നു. 7 കൂടുകളിലായി വളർത്തിയിരുന്ന ചെമ്പല്ലി, കരിമീൻ, കാളാഞ്ചി മീനുകളാണ് ചത്തുപൊന്തിയത്. 1/2 കിലോ മുതൽ 2.5 കിലോയോളം തൂക്കമുള്ള മീനുകളാണ് കൂട്ടത്തോടെ ചത്തത്. കഴിഞ്ഞ ദിവസം മതിലകത്തും കൂട് കൃഷിയിലെ മത്സ്യങ്ങൾ ചത്തുപൊന്തിയിരുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള പാലപ്പിള്ളിയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപവൽക്കരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജില്ലയിൽ വർഷങ്ങളായി ആനയും പുലിയും ഉൾപ്പെടെയുള്ള വന്യജീവി ശല്യം ഏറെ രൂക്ഷമായ പ്രദേശമാണ് പാലപ്പിള്ളി. വന്യജീവി ആക്രമണത്തിൽ 2 വർഷത്തിനിടയിൽ 6 മനുഷ്യജീവനുകളാണ് മേഖലയിൽ നഷ്ടപ്പെട്ടത്. ടീമിന്റെ നടത്തിപ്പിനായി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ, ഫോറസ്റ്റ് ഡ്രൈവർ എന്നിവരുടെ തസ്തികകൾ സൃഷ്ടിക്കുന്നതിന് മന്ത്രിസഭായോഗം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് MLA KK രാമചന്ദ്രൻ അറിയിച്ചു. എറണാകുളം കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും ഗുരുവായൂരിലേക്ക് സർവീസ് നടത്തുന്ന KSRTC അടക്കമുള്ള ബസ്സുകൾ ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ കയറാതെ യാത്രക്കാരെ തെക്കേ ബൈപ്പാസിൽ ഇറക്കിവിടുന്നതായി പരാതി. തെക്കേ ബൈപ്പാസിൽ നിന്ന് 200 മീറ്റർ ദൂരമാണ് ബസ് സ്റ്റാൻഡിലേക്കുള്ളത്. പ്രായമായവർക്കും ആരോഗ്യ പ്രശ്നമുള്ളവർക്കും ഇത്രയും ദൂരം നടക്കേണ്ടി വരുന്നത് പ്രയാസം ഏറിയതാണ്. പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട പൊതുപ്രവർത്തകനായ ലിയ ഖത്ത ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന് നിവേദനം നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് RTO യോഗത്തിൽ വിഷയം പരിഗണനയ്ക്ക് എടുക്കാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. അതേസമയം ചാവക്കാട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ റോഡ് 1 വേ ആക്കിയതിനാൽ അധിക ദൂരം സഞ്ചരിക്കേണ്ടി വരുമെന്നും ഇത് സമയക്രമീകരണത്തെ ബാധിക്കുമെന്നുമാണ് ബസ് ഉടമകൾ പറയുന്നത്. വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് ദൂരയാത്രക്ക് കഴിഞ്ഞു വരുന്ന വൃദ്ധ ദമ്പതികൾക്കൊക്കെ ബസ് സ്റ്റാൻഡ് അറിയാതെ ഇവിടെ ബസ് ഇറങ്ങി. ഇത്തരം പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് വളരെ വിശദമായി അപേക്ഷിക്കുന്നു. ചാവക്കാടാന്ന് പറഞ്ഞിട്ട് ഈ ഇറക്കി വിടുന്ന ഈ ക്രൂരമായ സമ്പ്രദായം മാറ്റണം. ഇതിനെതിരായിട്ട് ഞങ്ങൾ പലവിധ വേണ്ടപ്പെട്ട അധികാരികൾക്കൊക്കെ നിവേദനം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാറിന് കൊടുത്തിട്ടുണ്ട് നിവേദനം. അദ്ദേഹം എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. 13 വയസ്സുകാരന് നേരെ പ്രകൃതി വിരുദ്ധ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിയെ കുന്നുംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി മഴുവഞ്ചേരി മത്തനങ്ങാടി സ്വദേശി സുന്ദരൻ എന്ന അജിത്തിനെയാണ് കുന്നുംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മഴുവഞ്ചേരിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ പ്രതി കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നിരവധി തവണ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായി പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. രണ്ടുകൈ വനത്തിൽ അവശ്യ നിലയിൽ കണ്ട കാട്ടുപോത്ത് ചത്തു. 12 വയസ്സ് തോന്നിക്കുന്ന ആൺ കാട്ടുപോത്താണ് ചത്തത്. 5 ദിവസം മുൻപാണ് ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് പ്രത്യക്ഷപ്പെട്ടത്. മറ്റു മൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ നിലയിലായിരുന്നു പോത്ത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കാട്ടുപോത്തിനെ നിരീക്ഷിക്കാൻ ചായപ്പൻകുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ K അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ 10 അംഗ RRT സംഘം രൂപീകരിച്ചിരുന്നു. പ്രായാധിക്യമാണ് പോത്ത് ചാകാൻ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി
പുരസ്കാരത്തിന് കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി അർഹനായി. 1,01,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂൺ 2 ഗുരുവായൂർ കൃഷ്ണവത്സം റീജൻസിയിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കുമുദ് ശർമ്മ പുരസ്കാരം സമ്മാനിക്കും. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് മുഖ്യപ്രഭാഷണം നടത്തും. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചേലക്കര സ്വദേശി പുതുവീട്ടിൽ അബ്ദുൽ റഹീമിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കേച്ചേരി മണലി സ്വദേശി കോട്ടയിൽ വളപ്പിൽ രാജേഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 2ാം പ്രതി മണലി സ്വദേശി ഷിഹാബിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. നെല്ലുവായി മാങ്ങാരപ്പൂഞ്ചയിൽ ശങ്കരന്റെ മകൻ 54 വയസ്സുള്ള കൃഷ്ണനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം എരുമപ്പെട്ടി കടങ്ങോട് റോഡ് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. SNDP യോഗം വനിതാ സംഘം കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ വീണപ്പൂവ് മേഖലാ കലോത്സവം സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന കലോത്സവത്തിൽ എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. മഹാകവി കുമാരനാശാന്റെ കൃതികളായ പൂക്കാലം, വീണപ്പൂവ് എന്നിവയുടെ ആലാപനവും ആശാന്റെ യോഗ നേതൃത്വവും കവിത്വവും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗ മത്സരവും നടത്തി. ശ്രീനാരായണ പഠന കേന്ദ്ര ഡയറക്ടർ പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു. യോഗം കൗൺസിലർമാരായ ബേബി റാം, PK പ്രസന്നൻ, ഗുരുവായൂർ യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ 28ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിനന്ദനീയം നടത്തി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ അധ്യക്ഷനായിരുന്നു. വിദ്യാർത്ഥികൾക്ക് മുൻ MLA TV ചന്ദ്രമോഹൻ ഉപഹാരം നൽകി. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് CV ബാലചന്ദ്രൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ R നാരായണൻ, ഫാദർ ജിൻസൺ ചിരിയങ്കണ്ടത്ത്, പവർ ലിഫ്റ്റിംഗ് താരം രോഹിത് S നായർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മട്ടത്തൂർ കൊടുങ്ങയിൽ റോഡരികിലെ കാന വൃത്തിയാക്കാത്തതും പുല്ലുമൂടി കിടക്കുന്ന കാനയിലൂടെ വെള്ളം ഒഴുകിപ്പോകാത്തതും ദുരിതമാകുന്നു. കൊടുങ്ങ ആശാൻപടി ജംഗ്ഷൻ മുതൽ പള്ളി പരിസരം വരെ റോഡിന്റെ ഒരു ഭാഗത്ത് കാന നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും മണ്ണും പുല്ലും നിറഞ്ഞ് കാന മൂടപ്പെട്ട നിലയിലാണ്. ഇതുമൂലം റോഡിൽ വീഴുന്ന മഴവെള്ളം ശരിയായി ഒഴുകിപ്പോകുന്നില്ല. ചില വീടുകൾക്ക് മുന്നിൽ കാനയിൽ വെള്ളം നിൽക്കുന്നതും ദുരിതമാകുന്നുണ്ട്. ഇവിടെ ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുക കാരണം കൊണ്ട്, അതായത് 365 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനുള്ളതില്ല. നല്ല പോലെ കൊതുകിൻ്റെ ശല്യമാണ്. കാന രണ്ട് ഭാഗത്തും വഴിയാണ് കാനയുടെ. അത് കാരണം കൊണ്ട് നടുക്ക് ഈ വെള്ളം ഇവിടെ കിടക്കുകയുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും വഴിയാണ്. വഴിനെ ഒന്നും ചെയ്തിട്ടില്ല. വഴിയിൽ നിന്ന് കാന ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ആ കാനയിൽ വെള്ളം കെട്ടി കിടക്കുന്നു. കാന നിർമ്മാണം അപൂർണമായതിനാലാണ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാൻ ഇടയാക്കുന്നത്. കൊടുങ്ങ പള്ളിക്ക് സമീപം വരെയാണ് ഇവിടെ കാന നിർമ്മിച്ചിട്ടുള്ളത്. ഏതാനും മീറ്ററുകൾ കൂടി കാന നീട്ടി നിർമ്മിച്ചാൽ മഴവെള്ളം തോട്ടിലേക്ക് ഒഴുക്കിവിടാനാകുമെങ്കിലും ഇതിനുള്ള നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരിസരവാസികളുടെ പരാതി. മഴക്കാലത്തും വേനൽക്കാലത്തും ഇവിടെ കാനയിൽ ഒരുപോലെ വെള്ളം കെട്ടി നിൽക്കാറുണ്ട്. കുടിവെള്ള പൈപ്പ് ചോർന്നൊഴുകിയാണ് വേനൽക്കാലത്ത് കാനയിൽ വെള്ളം കെട്ടി നിൽക്കാറുള്ളത്. റോഡിന്റെ ഇരുവശത്തും കാനകൾ നിർമ്മിക്കുകയും മണ്ണും പുല്ലും നീക്കി വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കുകയും ചെയ്താൽ ഇവിടുത്തെ ദുരിതത്തിന് പരിഹാരം കാണാനാകുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. TCV കൊടകര. പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചുവെന്നാരോപിച്ച് പരിസ്ഥിതി സംഘടനയായ NAPMന്റെ നേതൃത്വത്തിൽ DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മലക്കപ്പാറ ആദിവാസി കോളനിയിലെ ഊരുമൂപ്പൻ പെരുമാൾ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. CR നീലകണ്ഠൻ, പ്രൊഫസർ കുസുമം ജോസഫ്, M മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും മികച്ച അംഗൻവാടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ച അരിമ്പൂർ പഞ്ചായത്ത് 14ാം വാർഡിലെ ക്യാപ്റ്റൻ ലക്ഷ്മി അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവം വർണ്ണാഭമായി. നവാഗതരായ കുട്ടികളെ ബാഗും കുടയും നൽകി വരവേറ്റു. പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. വാർഡംഗം സലിജ സന്തോഷ് അധ്യക്ഷയായി. അംഗൻവാടിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ സമ്മാനങ്ങൾ നൽകി യാത്രയാക്കി. 85 വയസ്സ് കഴിഞ്ഞ കരിമ്പാമ്പറമ്പിൽ വാസു എന്ന കർഷകനെയും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ചന്തമില്ലേ കരളേ ഉമ്മ വെച്ചുണത്താൻ
ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠനകേന്ദ്രം പ്രിൻസിപ്പാളായി വിരമിക്കുന്ന ഡോക്ടർ KU കൃഷ്ണകുമാറിനെ പഠനകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലളിതകലാ അക്കാദമി മുൻ ചെയർമാൻ കാട്ടൂർ നാരായണപിള്ള അധ്യക്ഷനായിരുന്നു. കലാഗവേഷക പെപ്പിദാസ് സേത്ത്, തോൽപ്പാവക്കൂത്ത് ആചാര്യൻ രാമചന്ദ്ര പുലവർ എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി. R ഗോപാലകൃഷ്ണൻ, KP കരുണാകരൻ, V അച്യുതൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. താന്യം യുവജന കലാവേദി പുസ്തകോത്സവം വിദ്യാഭ്യാസ വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ TV മദനമോഹൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സതി ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷമീർ പൂവാംപറമ്പിൽ പുസ്തകം കൈമാറി. ചടങ്ങിൽ അംഗൻവാടി കുട്ടികൾക്ക് കുടകൾ വിതരണം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് മുഹമ്മദ് അലി +2 വിജയികളെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PR സുശീല SSLC പരീക്ഷയിലെ ഉന്നത വിജയികളെയും ആദരിച്ചു. കഴിഞ്ഞ വർഷത്തെ SSLCക്കും ഹയർ സെക്കൻഡറിക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് തളിക്കുളം പഞ്ചായത്ത് 12ാം വാർഡിൽ SSLC +2 വിദ്യാർത്ഥികളെ ആദരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ആദരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത നേതൃത്വം നൽകി. വാടനപ്പള്ളി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ VG സുനിൽകുമാർ, തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. പഠിക്കുന്നതോടൊപ്പം തന്നെ പഠിക്കുക. എല്ലാവരും പൈതൃകം ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പൈതൃകം അന്താരാഷ്ട്ര കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ശ്രീ ശങ്കര ജയന്തി വിചാര സദസ്സും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ഡോക്ടർ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ് ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു K നായർ, മണലൂർ ഗോപിനാഥ്, ഡോക്ടർ KV പ്രഭാകരൻ, K സുഗതൻ, ശ്രീകുമാർ P നായർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംഗീതത്തെയും താളത്തെയും രാഗത്തെയും മാള കുഴിക്കാട്ടുശ്ശേരി വിശുദ്ധ മറിയം ത്രേസ്യ ധന്യൻ ഫാദർ ജോസഫ് വിധേയത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാളിന് കൊടിയേറി. കർദിനാൾ മാർ റാഫേൽ തട്ടിൽ കൊടിയേറ്റം നിർവഹിച്ചു. ജൂൺ 1 മുതൽ 5 വരെ വിശുദ്ധ മറിയം ത്രേസ്യയെ അനുസ്മരിച്ച് പഞ്ചദിന സംഗമം നടക്കും. തിരുനാൾ ദിനമായ ജൂൺ 8 നടക്കുന്ന ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പൂളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികനാകും. CITU സ്ഥാപക ദിനാചരണം കുന്നംകുളത്ത് നടന്നു. CITU കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദിനാചരണം CITU സംസ്ഥാന സെക്രട്ടറി KK പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ അധ്യക്ഷനായിരുന്നു. PM സോമൻ, PG ജയപ്രകാശ്, KM നാരായണൻ, CG രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. CITU നേതൃത്വം വഹിച്ചു. അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ, വനിതകളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് KSU 67ാം സ്ഥാപക ദിനം KSU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗൂഗിൾ ഗുരുവായൂർ അധ്യക്ഷനായിരുന്നു. നമ്മൾ എക്കാലവും ഏറ്റെടുത്തിട്ടുള്ളത് വിദ്യാർത്ഥി പ്രശ്നങ്ങളാണ്. കൊറോണ സമരത്തിൽ തുടങ്ങി സ്വാസ്ഥ്യ മേഖലയിലെ ഫീസ് വർധനവിലൂടെ ഇപ്പോൾ ഈ മുല്ലശ്ശേരി ബ്ലോക്ക് ആയുർവേദ ആശുപത്രിക്ക് സമീപം വീട് തല്ലി തകർത്തതായി പരാതി. പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന പൂക്കോട്ടുപറമ്പിൽ ശ്രീദേവിയുടെ വീടാണ് തകർത്തത്. മഴയ്ക്ക് മുൻപ് അറ്റകുറ്റപ്പണികൾ തീർത്ത് താമസയോഗ്യമാക്കിയ വീട് വ്യക്തിവൈരാഗ്യം മൂലം തകർത്തതാണെന്ന് സംശയിക്കുന്നതായി വീട്ടുകാർ പറയുന്നു. സംഭവ സമയത്ത് വീട്ടുകാർ സ്ഥലത്തില്ലായിരുന്നു. വീടിന്റെ ചുമരും മേൽക്കൂരയിലെ ടാർപ്പായും നശിപ്പിച്ച നിലയിലാണ്. പാവറട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ മഴയിൽ പരക്കെ നാശം. തെരഞ്ഞെടുത്ത വീടുകളിൽ വെള്ളം കയറി. എറിയാട് ഇടിമിന്നലിൽ വീടുകൾക്കും പള്ളിക്കും കേടുപാടുകൾ സംഭവിച്ചു. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന് മുന്നിലെ താൽക്കാലിക വളയം ബണ്ട് പൊട്ടിച്ചു. 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ച നുസൈബയുടെ കുടുംബത്തിന് അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ്. അധികൃതരുടെ അനാസ്ഥയെ ആരോപിച്ച
പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശവമഞ്ചമേന്തി മാർച്ച് നടത്തി. വെള്ളാങ്കല്ലൂർ പൂത്തൻകടവിൽ കനോലി കനാലിൽ കൂടുകെട്ടി വളർത്തിയിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കർഷകർ. മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന പാലപ്പള്ളിയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപവൽക്കരിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ടീമിന്റെ നടത്തിപ്പിനായി ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കെ രാമചന്ദ്രൻ MLA. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.